കൊള്ളാം. ഏതായാലും വളരെ വളരെ വലിയ മാറ്റമാണ്, ഗംഭീരമാണ്. ഇത് മാത്രമല്ല, ഇത്തരം പബ്ലിക് സർവീസ് അല്ലാതെ ഇപ്പോൾ കരാറുകാർ, സപ്ലയേഴ്സ്, ഇവർക്ക് ഇവരുടെ പണം ലഭിക്കുന്നതിന് അവർ നൽകിയ സേവനത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന തുക ലഭിക്കുന്നതിനും ഈ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട എൻ്റെ ബില്ലൊന്ന് എന്ന് മാറിത്തരും സാറേ എന്ന് ചോദിക്കുന്ന ഒരു നമ്മുടെ വെള്ളാനകളുടെ നാടിൻ്റെ ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ഒരു ഏർപ്പാടും ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി. ഒരു ഇൻ്റർഫേസ് വരുമ്പോഴാണ് നമ്മൾ ഈ കറപ്ഷനൊക്കെ വരുന്നത്. ആ ഇൻ്റർഫേസിനെ കംപ്ലീറ്റ്ലി മാറ്റണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിർബന്ധം. അപ്പം ആ ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി കോൺട്രാക്ടറിനും ഒരു സ്മാർട്ട് പേയ്മെൻറ്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ദ മൊമെൻറ്റ് സെക്രട്ടറി അപ്രൂവ്സ്, ആ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് നേരെ ഫണ്ട് ഉണ്ടെങ്കിൽ നേരെ ആ കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. കോൺട്രാക്ടർ ഒരിക്കലും ഇതിനുവേണ്ടി ആ ഓഫീസിൽ വരേണ്ട ഒരു കാര്യമില്ല, ഫോൺ ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ ഇതൊരു വളരെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് കറപ്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്, ഈ കോൺട്രാക്ട് സിസ്റ്റത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്. ഇഫ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ് ഇസ് ഹാപ്പനിങ് വിൽ ഹാവ് ടു സീ. പക്ഷേ ആസ് ഓഫ് നൗ വി ആർ വെരി കോൺഫിഡൻറ്റ് ദാറ്റ് പണമുണ്ടെങ്കിൽ നേരെ അക്കൗണ്ടിലേക്ക് പോകാം. സ്മാർട്ട് പേയ്മെൻറ്റ് സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ POS സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പോയിൻ്റ് ഓഫ് സെയിൽ മെഷീൻസൊക്കെ എല്ലാ ബാങ്ക്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ്വേസായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മളിപ്പം ആയിരക്കണക്കിന് മെഷീൻസാണ് അവൈലബിൾ. പ്രോപ്പർട്ടി ടാക്സും അതിൽ കളക്ട് ചെയ്യാം. പേയ്മെൻറ്റ്സ് ആണ്, കോൺട്രാക്ടർ പേയ്മെൻറ്റ് ഇസ് വെരി ഐ എം സോ ഹാപ്പി ശരത് ദാറ്റ് യു ആർ ആസ്കിങ് ദിസ്, ബിക്കോസ് ഇതൊരു ബിഗ് ഇന്നോവേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻ അഡീഷൻ ടു ഓൾ ദറ്റ് വി ആർ ഡൺ, ഞങ്ങളുടെ ടീം ചെയ്തിരിക്കുന്നത് വളരെ ഒരു ബിഗ് സർവീസ് ടു ദി കോൺട്രാക്ടർ കമ്മ്യൂണിറ്റി എന്ന് വേണേൽ പറയാം. അതെ, അവരും ഈ പറഞ്ഞതുപോലെ പബ്ലിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ജോലി ചെയ്ത ശേഷം പണത്തിന് വേണ്ടി കയറി ഇറങ്ങി നടക്കുക, ഈ ഫണ്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം എളുപ്പത്തിലാക്കിയാൽ അത് നല്ല കാര്യമാണ്. ഒരു കാര്യം കൂടി, അതായത് ഈ വർഷങ്ങൾ പഴക്കമുള്ള ജനന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലോ ഇങ്ങനെ കടുപ്പം പിടിച്ച സാധനങ്ങൾക്ക് ഒരുപാട് ചിന്തകളുണ്ടല്ലോ, അതിന് ഓപ്ഷൻ വല്ലതും ഉണ്ടോ? കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് പണ്ടുണ്ടെങ്കിൽ അതിപ്പോഴും അവൈലബിൾ ആണ്. 1945 ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബർത്ത് എല്ലാ സർട്ടിഫിക്കറ്റ്സും, അതാണ് ഞാൻ പറഞ്ഞ പാസ്റ്റ് ഡേറ്റ PD എന്ന് പറയും. ഈ ഏറ്റവും ഞങ്ങളെ അലട്ടുന്ന ഒരു കാര്യം ഈ പാസ്റ്റ് ഡേറ്റ പുതിയ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. പാസ്റ്റ് ഡേറ്റ അതിൻ്റെ ടേബിൾസൊക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. പേര് ഇംഗ്ലീഷിലായിരിക്കും, ചിലപ്പം അഡ്രസ്സ് മലയാളത്തിലായിരിക്കും. ഇങ്ങനെ കുറേ ഇഷ്യൂസും ഉണ്ട്. അതെല്ലാം പരിഹരിച്ചാണ് നമ്മൾ പാസ്റ്റ് ഡേറ്റ ഇങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ഫയൽസ്, ലക്ഷക്കണക്കിന് ഇങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത് ഓവർ എ പീരീഡ് ഓഫ് ലാസ്റ്റ് 1 month. ഞങ്ങളുടെ ടീമിനെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. ബിക്കോസ് ഒരു അമേസിങ് ടീമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആങ്സൈറ്റി ആൻഡ് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സംടൈംസ് ഇത് പൊട്ടിപ്പോവും, സോഫ്റ്റ്വെയർ പൊട്ടിപ്പോവും, പിന്നെ നമ്മൾ റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ ഒരു കുറച്ച് ഡിഫിക്കൽട്ടി വന്നു. സോ വി ഹാവ് ലേൺ ഫ്രം ദോസ് മിസ്റ്റേക്സ്. നന്നായിട്ട് എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡേറ്റ അവൈലബിൾ ആണ്. ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നമുക്കൊരു ലെഗസി ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വേറൊരു സോഫ്റ്റ്വെയറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സെക്രട്ടറി ഡിജിറ്റലി സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ K-സ്മാർട്ടിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഏതായാലും പ്രിയയുടെ സംശയമായിരുന്നു നേരത്തെ, പഴക്കം ചെന്ന ജനന സർട്ടിഫിക്കറ്റുകൾ കിട്ടുമോ എന്ന ചോദ്യം. അതിന് പരിഹാരമായിട്ടുണ്ട്, കിട്ടും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ K-സ്മാർട്ടിൽ കയറി പരീക്ഷിച്ചോളൂ. താങ്കൾക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് ഉണ്ട് കേട്ടോ, കോംപ്ലിമെൻ്റ് ഉണ്ട്. ചാക്കോ പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ക്ഷമയോടെ കൃത്യമായി മറുപടി നൽകുന്നു എന്ന വലിയ കോംപ്ലിമെൻ്റാണ് ഡോക്ടർ സന്തോഷ് ബാബുവിനെ കുറിച്ച് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. കാരണം നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ, വലിയ ആകാംക്ഷയുണ്ട് ഇത് ഓരോന്നും. അപ്പോൾ അതറിയുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ താങ്കൾ വളരെ ലളിതമായി, വളരെ ക്ലാരിറ്റിയോടെ മറുപടി നൽകുന്നുള്ള നല്ല കോംപ്ലിമെൻറ്റ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, K-ഫോണിൻ്റെ MD കൂടെയാണ് ഞാൻ. അപ്പം നമ്മളിപ്പം ഓൾമോസ്റ്റ് 1 ലക്ഷം കണക്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഈ K-ഫോണും K-സ്മാർട്ടും എല്ലാം ജോയിൻ ചെയ്യുമ്പം ജനങ്ങളുടെ ലൈഫ് വളരെ വളരെ സിമ്പിളാകും. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരിടത്തും വരേണ്ട കാര്യമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പരമാവധി 7 ദിവസം എന്നൊക്കെ നമ്മൾ നേരത്തെ പറയുന്നതിൽ നിന്ന് സെക്കൻഡ്സിനുള്ളിൽ കിട്ടുന്നു. കാരണം മിനി ചോദിച്ചിരിക്കുന്നു വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എത്ര ദിവസം കാത്തിരിക്കണം. എത്ര ദിവസം എന്നില്ലല്ലോ, സെക്കൻഡ്സ്, മിനിറ്റ്, നിമിഷങ്ങൾ. ക്ലിയർ ആയല്ലോ, അക്കാര്യവും ക്ലിയറായി. അതുപോലെ തന്നെ വളരെ വിവരാവകാശ പ്രവർത്തകനായ രാജു വാഴക്കാല ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംശയം വിവരാവകാശ അപേക്ഷ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ്. ഇത് വിവരാവകാശ അതിന് സെപ്പറേറ്റ് ഒരു സിസ്റ്റമാണുള്ളത്, ഇതുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പണ്ടേ പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മലയാളിക്ക് ഒരു ആപ്പ് മതി. ഈ പല സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണുള്ള ഡിഫിക്കൽട്ടീസ്. ആക്ച്വലി K-സ്മാർട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൊണ്ടുവരാം. നമ്മളൊരു ബ്രിട്ടീഷ് ടൈംസിലൊരു ഫയൽ സെൻട്രിക് സിസ്റ്റമായിരുന്നു, അത് മാറി ഇപ്പോൾ ഒരു ഡേറ്റാ സെൻട്രിക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകേണ്ടത് ഒരു ഹ്യൂമൻ സെൻട്രിക് ഗവർണൻസിലേക്കാണ്. അതായത് ഞാനൊരു മനുഷ്യനാണ്, ഞാൻ രാവിലെ എടുത്ത് ഫേസ്ബുക്ക് നോക്കുന്ന ലാഘവത്തോടെ
നോക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്, ഞാൻ ചെയ്ത കാര്യങ്ങളുടെ അപ്ഡേറ്റ്, ഞാൻ ചെയ്യേണ്ട പേയ്മെൻറ്റ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ടെക്നോളജി അത്രയ്ക്കും വളർന്നു കഴിഞ്ഞു, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ പീപ്പിൾ പ്രോസസ് ടെക്നോളജി എന്ന് പറയും. ടെക്നോളജിയാണ് ഈസി, പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് മാറ്റുന്നതാണ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിലേക്ക് സംയോജിച്ച് വരുമ്പോൾ നമുക്ക് അത് വിദൂരമല്ല, നമുക്ക് എല്ലാം ഒറ്റ ആപ്പിലേക്ക് ജനങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, ഇൻക്ലൂഡിങ് ഈ വിവരാവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ്. അതേ ചോദ്യം മോഹൻദാസ് അയ്യപ്പനും ചോദിച്ചിട്ടുണ്ട്. RTI ആഡഡ് സർവീസ് ആണോ എന്ന്. താങ്കളത് അതിന് നല്ല മറുപടി കൃത്യമായി പറഞ്ഞു. ഞാൻ ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം കൂടി, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതു സ്ഥിതി വെച്ച് നോക്കിയാൽ നമ്മളുടെ ഈ ഒരു മാറ്റം അത് രാജ്യത്ത് തന്നെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണോ? മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ ഫോളോ ചെയ്യാനുള്ള സാധ്യത എത്രമാത്രം? ഈ ഓൺലൈൻ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ സർവീസിൽ നമ്മൾക്കപ്പുറം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? ഇതിൽ ഏതെങ്കിലും ഫാക്ടർ? പലതിലും നമ്മളാണ് ആദ്യം, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഞാൻ തമിഴ്നാട് പ്രിൻസിപ്പൽ സെക്രട്ടറി IT ആയിരുന്നു 25 വർഷം. ഞാൻ VRS എടുത്ത ഒരു ഓഫീസറാണ്. അവിടെ പോലും ഇങ്ങനത്തെയൊന്നുമില്ല. കേരളത്തിൽ 904 സർവീസസാണ് ഓൺലൈൻ. അതിന് പഴയ ചീഫ് സെക്രട്ടറി VP ജോയ്സ് സർ അതൊരു പുതിയ ഒരു പോർട്ടലിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഒരു പോർട്ടൽ കയറിയാലും നമുക്ക് പല വെബ്സൈറ്റ്സിൽ കയറേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഒറ്റ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കേരളം പോലെ ഇപ്പോൾ ഒരു സ്റ്റേറ്റും ഇല്ല, 1-2 സർവീസസ്. പക്ഷേ ഇതിൽ പോയിന്റ് ഈസ് നമ്മൾ ഈ IT ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഐദർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഈ രണ്ടും കൂടെ ഒരു സംയോജിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കുറച്ച് ഓൺലൈനും കുറച്ച് ഓഫ്ലൈനും. അതും ഭയങ്കര ഡേഞ്ചറസാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എൻഡ് ടു എൻഡ് ഓൺലൈനാണ്. അത് കേരളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വി ആർ എക്സെപ്ഷണലി അഹെഡ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. വേറെ ഒരു സ്റ്റേറ്റും വന്നിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ കർണാടക, പല സ്റ്റേറ്റ്സും, അസാം, ഓരോ സ്റ്റേറ്റും നമ്മുടെ ഇപ്പം ഈ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഓൾസോ ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. K-Smartനെ നാഷണൽ പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഇത് റീഇൻവെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്ത സാധനമാണ്. ഓരോ സ്റ്റേറ്റും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വളരെ ചീപ്പായിട്ടും ചെയ്തതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ മധ്യപ്രദേശ് അവർ ഒരു 3 മോഡ്യൂളിന് L1 97 കോടിയായിരുന്നു. ഞങ്ങളിവിടെ ആക്ച്വലി 30 കോടി എന്നാണ് ചിലവാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. എല്ലാ സ്റ്റേറ്റ്സ് ക്യാൻ അഡോപ്റ്റ് ഇറ്റ്. ലേറ്റസ്റ്റ് ടെക്നോളജീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ നൗഫലാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. ഹി ഹാസ് ബീൻ എക്സെപ്ഷണലി വണ്ടർഫുൾ. ഞങ്ങളുടെ ഓൺ ടീം ഉണ്ടായിരുന്ന ഔട്ട്സൈഡിൽ നിന്ന് ആൾക്കാരെ നമ്മൾ അകത്തെടുത്തത് 100% ഇൻഹൗസ് ഡെവലപ്പ് ചെയ്തതാണ്. നമ്മുടെ ഡൊമെയിനും ഒക്കെ നമ്മുടെ തദ്ദേശത്തിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വിസ്ഡം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഹാസ് ഗോൺ ഇൻ ടു ദിസ് ഡെവലപ്മെൻറ്റ്. മറ്റ് സ്റ്റേറ്റ്സും ഒന്നും ഇതിൻ്റെ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്കത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അതിനൊരു ഇൻഫർമേഷൻ കേരള മിഷൻ ഒരു വരുമാനം കൂടിയാകാം.